നീ എവിടെ പോവാ? മറ്റേ ആദ്യം കയറുന്ന എടാ ഞാനില്ല, എന്നെ തന്നെ എടുക്കുന്നത്. സ്റ്റോറി സ്റ്റാറ്റസ്. വരൂ ഗൈസ്. ഞാൻ വരാം. ഇല്ല. നമ്മൾ എവിടെയാണ് പോകുന്നത്, എന്താ പോകുന്നത് ഒന്നും ഞാൻ എവിടെ പറഞ്ഞിട്ടില്ല. കാരണം നമ്മൾ എവിടെയാ പോകുന്നതെന്ന് നമ്മളൊരു സർപ്രൈസ് ആയിട്ട് വെക്കാന്ന് വെച്ചാൽ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം എവിടെയാണ്. ദിസ് ഈസ് അവർ ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പ് വിത്ത് മീ, അർച്ചന ആൻഡ് അശ്വിൻ ആൻഡ് മൈ ട്വിൻ സിസ്റ്റർ ശ്വേത. അവളെ കാണുന്നില്ലല്ലോ ഇങ്ങ. ആൻഡ് മൈ ട്വിൻ സിസ്റ്റർ ശ്വേത. സോ ഹലോ ഗൈസ്. സോ ഗൈസ്, നമ്മൾ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രാവലാണ്. വി ആർ വെരി എക്സൈറ്റഡ്. സോ അവിടെ എത്തിയിട്ട് പറയാം എവിടെയാണെന്നൊക്കെ. സോ ദിസ് ഈസ് അവർ ഡേ 1. ഞങ്ങൾ ആക്ച്വലി ട്രാവലിംഗ് മാത്രമാണ്. സോ ലെറ്റ്സ് ഗോ ഗൈസ്. സോ ഗൈസ്, നമ്മുടെ അവിടുത്തെ ബോർഡൊക്കെ
റെഡി ആയിട്ടുണ്ട്. അവർ ഞങ്ങൾക്ക് ഗ്രൂപ്പിലൊക്കെ അയച്ചു തന്നിട്ടുണ്ട് ഗൈസ്. സോ ശ്വേതൻ്റെ പേരിലാണ് വന്നത്. ശ്വേതയാണ് ഞങ്ങളുടെ ലീഡ് ക്രൂ. ശ്വേതയാണ്. വെള്ളം തപ്പി പോയേക്കാം. അവൻ അങ്ങ് പോയി, പിന്നെ ഇങ്ങ് വന്നിക്കില്ല. സോൾ സെറ്റ്. Oh my god, അവൾ സ്പിൽ ചെയ്ത് നമ്മളെവിടെ ഉള്ളത്. ഗൈസ്, we are in Thailand. അപ്പൊ ഓൾറെഡി എല്ലാരും തീർന്നു. സോ ഗൈസ്, നമ്മളങ്ങനെ എത്തിയിരിക്കുന്നത് എവിടെയാണ് ശ്വേത? നമ്മളെവിടെ എത്തിയത് പറയാം. ഫോട്ടോ നമ്മളെവിടെ ഇറങ്ങി. ശ്വേത ഓൾറെഡി നേരത്തെ പറഞ്ഞത് സമാധിക്കാന്ന്. അപ്പോൾ മനസ്സിലായ ആൾക്കാർ മനസ്സിലായില്ല, ചില ആൾക്ക് മനസ്സിലാവില്ല. നമ്മളിവിടെ എത്തി ഗൈസ്. നമ്മൾ ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞ് താഴെ ബാഗേജ് ക്ലെയിമിന് പോവുകയാണ്. നമ്മളെ പെട്ടി മാത്രം അവിടെ ഉണ്ട്, കാരണം നമ്മളായിരുന്നു ഏറ്റവും ലാസ്റ്റ് എന്ന് തോന്നുന്നു. ബെൽറ്റ് 1 എന്നാ പറഞ്ഞത്. അവിടെ ബെൽറ്റെല്ലാം നിന്നിട്ടുണ്ട്. ഇവിടെയെങ്കിലും നമ്മൾ ബാഗ് ഉണ്ടാവും, തപ്പിയെടുക്കാം. സോ ഗൈസ്, അങ്ങനെ ബാഗൊക്കെ കളക്ട് ചെയ്ത് ഈ കൂട്ടത്തിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് പോവുകയാണ് ഗൈസ്. സോ ഗൈസ്, നമ്മളെ പിക്ക് ചെയ്യാൻ വന്ന ആൾ പുറത്തുണ്ട്. ആക്ച്വലി നമ്മളിതാ പെട്ടിയൊക്കെ ഉരുട്ടി പുറത്തേക്ക് പോവാം. സോ നമുക്ക് പുറത്ത് എത്തിയിട്ട് കാണാം. ഒന്ന് തിരിഞ്ഞു നോക്കൂ ശ്വേത. About 10. Okay, how are you? Okay. നമ്മളങ്ങനെ എത്തി ഇവിടെ. നമ്മളവിടെ കണ്ടുപിടിച്ചു. അവരൊരു 2 മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അത് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് പിക്കപ്പിന് വണ്ടി വരും. സോ എല്ലാം വന്നിട്ട് കാണാം. ഗൈസ്, ഇതാട്ടോ നമ്മളെ പിക്കപ്പ് ചെയ്യാൻ വന്ന വണ്ടി. ആക്ച്വലി അശ്വിനും ടിയനെയും വെയിറ്റ് ചെയ്തിരിക്കുക. അവർ എന്തോ മേടിക്കാൻ പോയിട്ടുണ്ട്. സൈഡ് വ്യൂ കണ്ടിട്ട് പോവാം.
സോ നമ്മളെ വണ്ടി വന്നു ഗൈസ്. നമ്മളിനി നേരെ ക്രാബിലോട്ടാണ് പോകുന്നത്. ഇപ്പൊ നമ്മൾ ഫുക്കറ്റിലാണ് ഫ്ലൈറ്റ് ഇറങ്ങിയത്. സോ നേരെ ക്രാബിലോട്ടാണ് പോകുന്നത്. ഐ തിങ്ക് 2 hours ഡ്രൈവ് ഉണ്ട്. അശ്വിനെ പ്ലീസ് ഇറിറ്റേറ്റ് ചെയ്യല്ലേ. ഇവനെ സീറ്റ് പിടിച്ച് കളിക്കുന്നത് ബാഗോട്ടാക്കിയ ഉന്തി കളിക്കുന്നത് ഉരിപ്പും. സോ ഞാൻ പറഞ്ഞ പോലെ 2 hours ആണ് നമുക്ക് ക്രാബിലോട്ട്. ഓരോ ഉറക്കമൊക്കെ ഉറങ്ങി എണ്ണീട്ട് അവിടെ എത്തിയിട്ട് കാണാം. അവിടെയുള്ള കുറച്ച് വ്യൂസ് ഒക്കെ ഞാൻ കാണിക്കാം. പിന്നെ ഞാൻ ഉറങ്ങും. സോ എനിക്ക് ഉറങ്ങായിട്ടെന്താ പോലെ. സോ ലെറ്റ്സ് ഗോ ഗൈസ്. എന്താ മേടിച്ച സവനാല വന്ന് ചോറൊക്കെ മേടിച്ചിട്ട് പിസ്സ കാണിച്ചാ അല്ല നല്ല ടേസ്റ്റ് അല്ലേ. ഇവിടെ ഫുള്ള് നോക്കി നിങ്ങള് തേങ്ങയും അറക്കാൻ വരൊക്കെ. ഞാൻ അതെ പറഞ്ഞ നമുക്ക് വയനാട്ടിലൊക്കെ പോയൊരു ഫീല്. ലിറ്ററലി നമ്മുടെ നാട്ടിലെത്തിയ പോലെ തന്നെ ചുറ്റും അത് ഇതൊക്കെ. നമ്മളൊരു ഉറക്കമൊക്കെ ഉറങ്ങട്ടെ. എനിക്ക് ഉറങ്ങണം. ഞാൻ കസാരയൊക്കെ കിടത്തിക്കുക കസാര അതൊക്കെ ഞാൻ സീറ്റൊക്കെ റിക്ലൈൻ ചെയ്ത് ഞാനൊരു ഉറക്കമൊക്കെ ഉറങ്ങണം. പിന്നെ ഈ കുരിപ്പ് കളിക്കുന്ന പാട്. സോ നമുക്ക് കുറച്ച് കാഴ്ചയൊക്കെ ശരിയാ നോക്കിയാട്ടെ. വലിയ ചക്കക്കൂട്ടപ്പാറ വരുന്നത് ഇവനൊക്കെ ചക്കക്കൂട്ട നമ്മൾ രണ്ടും. സോ ഇവിടുത്തെ പെട്രോൾ നോക്കി ഇവിടുത്തെ കാഴ്ചയൊക്കെ കണ്ട് നമുക്ക് റൂമിലെത്തിട്ട് കാണാം. ഇവരുടെ ടോൾ ഗേറ്റ് ആണെന്ന് തോന്നുന്നു. അമ്പലം പോലെയൊക്കെ കാണാം. കൊടിയുടെ കളർ മാറിപ്പോയി. വേറൊരു ഇതെന്ന് വെച്ച് നോക്കുന്നത് ഫുള്ള് കണിക്കൊന്നയാണ് ഗൈസ്. കണ്ട നമ്മുടെ നാട്ടിലുള്ള പോലെ ഫുള്ള് കണിക്കൊന്നയാണത്. ഇത് ലിറ്ററലി നമ്മുടെ നാട്ടിൽ പോയൊരു ഫീല്. തെങ്ങും കപ്പയും മാവൊക്കെ കൊള്ളാം. സ്ലീപ്പൊന്നുമില്ല. ആകെ ഒരു അരമണിക്കൂർ ഉറങ്ങിനോ മാക്സിമം അത്രേ ഉള്ളൂ. സോ ഗൈസ് നമ്മൾ 5 minutes ഉള്ളൂ എത്താൻ നമ്മളെ റൂമിലേക്ക്. ഞാൻ പറഞ്ഞ പോലെ ലിറ്ററലി നമ്മുടെ നാട്ടിലെത്തിയൊരു ഫീൽ തന്നെ. തെങ്ങും വാഴയും അങ്ങനെയൊക്കെ. സോ വാഴയുണ്ട് കർമ്മൂസുണ്ട്, പനയുണ്ട്, മാവ് ഇതെല്ലാം റബ്ബർ, കപ്പ എല്ലാം ഇങ്ങനെ റോഡ് സൈഡ്. ലിറ്ററലി നാട് അവരുടെ വീടിന്റെ ആ ഒരു സ്റ്റൈലും എല്ലാം നമ്മുടെ വീടുമായിട്ട് ഭയങ്കര സിമിലർ ആണ്. കടകളൊക്കെ. സോ ഞങ്ങളുടെ സ്റ്റേ എത്താറായി. ഇനി അവിടെ എത്തിയിട്ട് സ്റ്റേ ഒക്കെ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ എടുക്കാറ് നമ്മളോട് പോയി ചെക്ക് ഇൻ ചെയ്യാൻ പറഞ്ഞു. ലഗേജ് എടുത്തതാണ്. 7 o'clock താഴെ ഇറങ്ങിയാൽ ബൊഫേ കഴിക്കാൻ പറ്റും. വാതിൽ തുറന്ന് പെട്ടിയൊക്കെ ആയിട്ട് നിൽക്കാൻ ഞങ്ങള്. തുറക്കൂ പ്ലീസ്. ബാഗ് എടുക്കൂന്ന്. ഓ അശ്വിൻ സച്ച് എ ജെന്റിൽമാൻ എന്നൊക്കെ.
സോ അതാണ് നമ്മുടെ മുറി. ദിസ് ഇസ് ഇവൻ്റെ മുറി. സോ ഇതാണ് ഞങ്ങളുടെ മുറി ഗൈസ്. ദിസ് ഇസ് ദ ബാത്റൂം ആൻഡ് ഇതാണ് റൂമിൻ്റെ അടുത്തുള്ള പൂൾ. സോ ഞങ്ങൾ ഫ്രഷ് ആയിട്ട് കാണാം, ബിക്കോസ് നല്ല ടയർഡാണ്. സോ ഫ്രഷ് ആയിട്ട് കാണാം. ഇതെന്തൊക്കെയോ എഴുതിയിട്ടുള്ളൊരു വെൽക്കം കിറ്റ് ഉണ്ട് ഗൈസ്, ആൻഡ് ഇറ്റ്സ് ഗുഡ്. വടിയൊക്കെ. സോ നമ്മൾ റൂമിൽ ചെക്ക് ഇൻ ചെയ്ത് ഇങ്ങനെ വെറുതെ ഇരിക്കാം. ഇനി ഇപ്പുറത്ത് പൂളുണ്ട്, നോക്കിയിട്ട് പൂളിലൊക്കെ ഇറങ്ങണം. പക്ഷെ നല്ല ടയേർഡാണ്, ഉറക്കം വരുന്നുണ്ട്. പുറത്ത് ഇവിടെയൊക്കെ ഒന്ന് നടക്കാനും പോകണം. സോ ഞങ്ങൾക്ക് ആക്ച്വലി കറൻ്റ്ലി പ്ലാനൊന്നും ഇല്ല. ആസ് പെർ ഞങ്ങളുടെ പാക്കേജ് നമ്മളിന്ന് ഫുൾ ഫ്രീ ആണ്. സോ ഇതിൻ്റെ പുറത്ത് 7-Eleven അങ്ങനെ കുറേ ഷോപ്സും കാര്യമൊക്കെ ഉണ്ട്. സോ ഇവിടെയൊക്കെ നടക്കണം എന്നുണ്ട്, ഒന്ന് പൂളിലിറങ്ങണം. പക്ഷെ അതിനൊക്കെ മുന്നേ കുറച്ച് റെസ്റ്റ് എടുക്കണം. സോ ഇനി അടുത്ത ഒരിതിൽ ഇടാം. എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും വന്നാൽ അതിൽ റെക്കോർഡ്. സോ ദാറ്റ്സ് ഇറ്റ്. ബൈ. സോ ഗൈസ്, ഞങ്ങളങ്ങനെ റെഡിയായി. ദിസ് ഇസ് മൈ ഔട്ട്ഫിറ്റ്. നമ്മൾ പുറത്തൊക്കെ ഒന്ന് നടന്നിട്ട് പോകാമെന്ന് വിചാരിക്കുന്നത് ഗൈസ്. പോയിട്ട് വരാം. സോ ലെറ്റ്സ് ഗോ. സോ ഗൈസ്, നമ്മളിത് അങ്ങനെ റെഡിയായി. കീ എടുത്തു. നമ്മൾ പുറത്ത് പോവാണ് ഗൈസ്. ഗണപതി ഗണപതി. ഓക്കെ, സോ പുറത്തേക്ക് പോയാൽ എവിടത്തെ ആംബുലൻസാ? ക്ലിയർ നോസ് മാറിയിരുന്നേ. എടുത്തു വെച്ച് ഞാൻ ലിസ്റ്റ് എല്ലാം എടുത്തോ. ആ ജ്യൂസാക്കി കുടിക്കണ്ട. ലേസ്, ഇതാണ് അവരുടെ ലേസ്. ഇതിലെന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. ആൻഡ് ഹിയർ ദേ ആർ. മുട്ട പൊരിച്ചത് ഗൈസ്, മുട്ട പൊരിച്ചത്. ഇതറിഞ്ഞിട്ടാണോ? അതിന്റെ താഴെ ഇംഗ്ലീഷ് ഉണ്ട് കേട്ടോ ഗൈസ്. ചമ്മന്തി ഉണ്ട് ഗൈസ്, ചമ്മന്തി ഉണ്ട്, മുട്ട പൊരിച്ചതുണ്ട്, പച്ചച്ചോറുണ്ട്, പരിപ്പ് കറി വീട്ടിലുണ്ടാക്കും. എന്താ പഴംപൊരിയാ? ബർഗർ ഉണ്ട് പോലും. എനിക്ക് റൈസ് എന്തേലും മതി. ആ യെസ്. ഇത് കണ്ടാ നിങ്ങൾ വാങ്ങാം. എന്താണ് സാധനം? ചക്ക. തായ്ലൻഡ് വന്നിട്ട് ചക്ക വന്നിട്ട് ഗതികേടൊന്നുമില്ല. ആ തന്നെ. ഇവിടെ എന്തൊക്കെയോ സാലഡ്സും കാര്യമൊക്കെയാ. ഇവിടെ കിംബാബ്, സുഷി, സംതിങ് ലൈക്ക് ദാറ്റ്. എന്താ ഇത് എങ്ങനെ കഴിക്കുക? 2 മുട്ടയും എന്താണ് ഗൈസ്? വീട്ടിലേക്ക് ഗൈസ്, ഇത് നോക്കൂ നിങ്ങൾ. കൈയിട്ട് വരാൻ തോന്നും. ബട്ട് ഞാൻ ഇത് 2 സാധനം എടുത്തു. ഒരു പിസ്സ ആൻഡ് റൈസ്. ലെറ്റ്സ് സീ എന്തേലും വേറെ എടുക്കാൻ പറ്റുമോ. ഇതാണ് മറ്റേ വൈറൽ റീൽ ബനാന. ഇതിന്റെ ചോക്ലേറ്റ് എന്തേടാ ഏട്ടിയാ? അതിന്റെ ചോക്ലേറ്റ് ഇല്ല. സോ ഒരു വൈറൽ ഡ്രിങ്ക് ഉണ്ടായിരുന്നു, ബനാന ആൻഡ് ചോക്ലേറ്റ്. എനിക്ക് വേണ്ട.
സിറപ്പ് ഗൈസ് സിറപ്പ്. സിബിട്ട് അത് നമ്മള് റീൽസിൽ കണ്ടായിരുന്നു. തലപ്പോടെ പാൽ ഗൈസ് പാൽ കുടിங்க ഗൈസ് തെമ്പാ இருக்கும். എന്നത് പാൽ കുടിക്കുന്നത് തെമ്പാ இருக்கும். ലേസ് ചീറ്റോസ് ഒക്കെ ഉണ്ട് ഇവിടെ ഗൈസ്. എന്തൊക്കെയോ സാധനം കാണുന്നു. അതാ ഇപ്പൊ എന്തെല്ലാം എടുക്കുക തിരിയുന്നില്ല. സത്യം എല്ലാ കളറുണ്ട്. നോക്കി നിങ്ങള് ഇതിൽ ഏതാ എടുക്കുക? നമ്മുടെ തായ്ലൻഡിന്റെ സ്പെഷ്യൽ നമുക്ക് എല്ലാ വീഡിയോയിലും കാണുന്ന പച്ച നമ്മളെ ടൈഗർ ബാം പോലത്തെ സാധനം. This one. ഭയങ്കര ഫേമസ് ആയത്. ഇത് ഇവളുടെ കയ്യിലുണ്ട് ഓൾറെഡി. ഞാൻ അതാ യൂസ് ചെയ്യല്. ഐസ്ക്രീം ഉണ്ട്. ആ അങ്ങനെ നല്ല നല്ല കാര്യം പറ. പച്ച കളർ ഐസ്ക്രീം. മുന്തിരി അത് ഐ തിങ്ക് സോ. എടുത്ത് ഗൈസ്. ഞങ്ങളുടെ അപ്പാർട്ട്മെന്റ് തൊട്ടടുത്ത് തന്നെയാണ് 7-Eleven ആൻഡ് ഫാർമസി. പോർക്ക് പൊരിച്ചത്, ചിക്കൻ പൊരിച്ചത്, മീൻ വറുത്തതൊക്കെ ഉണ്ട്. ഓ ഗോഡ്, ഞാൻ മാത്രം നോർമല്. ചേച്ചി സീ ഫുഡ് പ്രിഫർ ചെയ്യുള്ളൂ. പിന്നെ അർച്ചനെ പറയണ്ട, പറക്കുന്നത് മതക്ക്. അവിടെ ഞാൻ ചിക്കൻ മാത്രമേ എടുത്തുള്ളൂ. വെറും ചിക്കൻ സാൻഡ്വിച്ചും ഇങ്ങനെ എന്തൊക്കെയോ അല്ലറ ചില്ലറ സാധനങ്ങൾ. ഇതാണ് നമ്മുടെ പൂർത്തിച്ചക്ക എത്തി. ഇനിയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ഗൈസ്. എയർപോർട്ടിൽ നിന്ന് വന്നതാ. ശരിക്കും അടിച്ചു മാറ്റി ഗൈസ്. ശരിക്കും പെണ്ണുങ്ങളെ തള്ളക്കുള്ള നടക്കാൻ കഴിയില്ലേ? ആരും അറിഞ്ഞിട്ടില്ല ഗൈസ്. ഇവനെ നമുക്കറിയില്ല. നമ്മള് പഞ്ചസാരയിൽ അടിച്ചോണ്ടത് ഇവരാ. അച്ഛനോട് വീഡിയോ കാണിച്ചു കൊടുക്കും. അവർക്ക് ലിങ്ക് ഷെയർ ചെയ്തോ. അത്രേ ഉള്ളു. മാക്കാൻ കഴിച്ചു ഗൈസ്. അയ്യോ, കീ കാർഡ് എന്ത് ചെയ്യും? ഓക്കെ, ഓപ്പൺ ദ ഡോർ. അതാ സാധനം കൊത്തിയിട്. ഞാൻ മേടിച്ചത് ഗൈസ് ചാർക്കോൾ ഗ്രിൽഡ് ചിക്കൻ വിത്ത് റൈസ്. മുട്ട പൊരിച്ചത്. ക്രാബ് റൈസ് ഓർ സംതിങ്. അപ്പൊ ഇത് തിന്നിട്ട് കാണാം ഗൈസ്. ഇന്നത്തെ വീഡിയോ ഇത്ര വലിയ കാര്യമായിട്ടൊന്നുമില്ല. നമ്മളിതിപ്പോ കുളിച്ച് ഒരു ഉറക്കം ഉറങ്ങും. ബാക്കിയെല്ലാം നമുക്ക് നാളത്തേക്ക് കാണാം. ബൈ ബൈ പറയ് ഗൈസ്.